ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ പോർഷൻ ജെനസിസ് ചാപ്റ്റർ 14 ആണ്. ജെനസിസ് 14-ൽ നമ്മൾ കാണുന്ന ഒരു യുദ്ധവും കാണുന്നുണ്ട്. അതുപോലെ അബ്രാം ലോത്തിനെ രക്ഷിക്കുന്ന ആ ഒരു ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ സോദോം ഗൊമോർ രാജാക്കന്മാരും മറ്റു ചില രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൽ സോദോം ഗൊമോറയിലുള്ളവരൊക്കെയും മറ്റു രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ സമയത്ത് ലോത്തിനെയും ലോത്തിന്റെ സമ്പത്തിനെ എല്ലാം അവർ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടത്, ലോത്ത് ജോർദാന്റെ അക്കരെ അങ്ങോട്ട് നീങ്ങി സോദോമിനും ഗൊമോറിന്റെ അടുത്തോട്ട് ടെന്റ് അടിച്ച് പോകുന്നു എന്നാണ് നമ്മളുടെ കൂടാരം അടിച്ച് പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ലോത്ത് സോദോമിന്റെ ഉള്ളിലാണ് താമസം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ താൻ അതിനോട് അടുപ്പിച്ച് ടെന്റ് അടിച്ച് ഒടുവിൽ താൻ അതിനകത്ത് താമസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാനിടയായി. അപ്പോൾ അങ്ങനെയാണ് പാപം നമ്മളെ വശീകരിക്കുന്നത്. നമ്മളുടെ തൊട്ടടുത്ത് പാപം എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഒഴിവായില്ലെങ്കിൽ നമ്മളെ പതിയെ അത് നമ്മൾ പാപം ചെയ്യിക്കാനായിട്ടിടയായിത്തീരും. നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് പാപം നമ്മളെ ചെയ്യിച്ച് നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് സാത്താന് കഴിയും. അതുകൊണ്ട് പാപം ചെയ്യാനുള്ള ടെൻഡൻസി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിന് നോ പറയുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിവാകുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലോത്ത് ചെയ്തതുപോലെ അതിനടുത്തേക്ക് ചെന്ന് ഒടുവിൽ അതിനകത്ത് വിട്ടുപോകുന്ന ഒരവസ്ഥ. അങ്ങനെ ലോത്തിനെ പിടിച്ചുകൊണ്ട് ലോത്തിന്റെ സമ്പത്തും ലോത്തിന്റെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തുവാനിടയായി തീർന്നു. അപ്പോൾ ആ ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം എന്നിട്ടും ഒരു മാർഗം ദൈവം അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഓടിപ്പോകുന്ന വ്യക്തി അബ്രാമിനോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അബ്രാമിൻ അവിടെ പറയുന്നുണ്ട്, എബ്രാനായ അബ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ എബ്രായൻ അല്ലെ ഹീബ്രു എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നത്. ആദ്യമായിട്ടാണ് ബൈബിളിൽ ആദ്യമായിട്ട് ഹീബ്രു എന്ന വാക്ക് കാണുന്നത് ഈ ചാപ്റ്ററിലാണ്, ജെനസിസ് 14-ലാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ അബ്രാം ഒരു ആർമിയെ തന്നെ ഉണ്ടാക്കി ലോത്തിനെ വിടുവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രാമിന് പ്രത്യേകിച്ചും രാജാവൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ താൻ ഒരു മിലിറ്ററി ജോലി കൊണ്ടിരുന്ന ആളോ അല്ല, ഒരു ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയും ചെയ്യുന്ന ഒരു വ്യക്തി താനായിരുന്നില്ല. പക്ഷെ തനിക്ക് ദൈവം ആ ഒരു വിസ്ഡം കൊടുത്തു, എങ്ങനെ ഈ കാര്യങ്ങളോട് ഡീൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അറിവ് ദൈവം തന്നെ അബ്രാമിന് കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അബ്രാം ആ ഒരു മിലിറ്ററി ടാക്ടിക്കൊക്കെ ഉപയോഗിച്ച് അവരെ രക്ഷിക്കുന്നതായിട്ട്, ലോത്തിനെയും അവിടെ ജനത്തിനെയൊക്കെ രക്ഷിക്കുന്നതായിട്ട് അവിടെ നമ്മൾ അതുകൊണ്ട് കാണുന്നുണ്ട്. ആ നോളജ് എല്ലാം ദൈവം കൊടുത്താണ്. അബ്രാമിന് പ്രത്യേകിച്ച് ഒരു കഴിവില്ല. അതുപോലെ തന്നെയാണ് നമുക്കും പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഴിവുകളോ ഒന്നും ഉള്ളവരല്ല. ദൈവമാണ് നമുക്ക് ഓരോ കഴിവുകളും ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ദൈവത്തിനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുമ്പോൾ എബ്രാം നേരെ ചെല്ലുന്നത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ചെല്ലുന്നത് മെൽക്കിസദേക്കിന് മുന്നിലാണ്. അപ്പോൾ മെൽക്കിസദേക്ക് ഒരു പുരോഹിതനും രാജാവുമായിരുന്നു. സാലേം എന്നുള്ള ആ ഒരു നേഷന്റെ രാജാവായ ഒരു വ്യക്തിയാണ് മെൽക്കിസദേക്ക് എന്നുള്ളത്. സാലേമായിരുന്നു ജെറുസലേം എന്നുള്ളത് ആയിത്തീർന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു മെൽക്കിസദേക്ക് മാത്രമായിരുന്നു. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ മെൽക്കിസദേക്ക് മാത്രമാണ് ഒരു പ്രീസ്റ്റായിട്ട്, ഒരു പുരോഹിതനായിട്ടും രാജാവുമായിട്ട് തീരുവാനായിട്ട് പറ്റിയ ഏക വ്യക്തി മെൽക്കിസദേക്ക് ആയിരുന്നു എന്ന് കാണുന്നത്. ആ മെൽക്കിസദേക്ക്
ദൈവത്തെ വിശ്വസിച്ച ഒരു 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 വ്യക്തിയായിരുന്നു. പുരോഹിതനായിട്ട് ദൈവത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മെൽക്കിസദേക്ക് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ മെൽക്കിസദേക്കിന് അബ്രഹാം തൻ്റെ തൈത്ത് താൻ കൊടുക്കുന്നുണ്ട്. തൻ്റെ ഉള്ളതിൻ്റെ 10% താൻ അവിടെ കൊടുക്കുന്നതായിട്ട്, തൈത്തായിട്ട് താൻ കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അതിലൂടെ അബ്രഹാമിന്റെ ഇൻകത്തിന്റെ ഒരു 10% തനിക്കുള്ളതിൻ്റെ, തനിക്കുള്ള അസറ്റിന്റെ, തനിക്കുള്ള സ്വത്തിന്റെ 10% താൻ അവിടെ കൊടുത്തതെന്ന് നമുക്കത് പ്രത്യേകിച്ച് നമ്മളത് കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ 10% താനത് അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ സോദോം രാജാവ് തനിക്ക് വലിയൊരു ഓഫറാണ് തന്നത്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മുൻപിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഈ രാജാവിന്റെ കയ്യിൽ, ഇവരുടെ കയ്യിൽ നിന്നൊന്നും ഞാൻ വാങ്ങിക്കുകയില്ല എന്നുള്ളത്. കാരണം ഈ രാജാക്കന്മാർ പിന്നീട് പറയരുത് ഈ രാജാക്കന്മാരാണ് അബ്രഹാമിനെ ഒരു ധനവാനാക്കിയത് എന്ന് പറയരുത്. താൻ ഈ സ്ഥാനത്തായിരിക്കുന്നത് ആ ദൈവത്തിന്റെ കാരണവും ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, ആ ക്രെഡിറ്റ് ദൈവത്തിന് മാത്രം മതി എന്നുള്ള നിർബന്ധം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം സോദോം രാജാവ് കൊടുക്കുവാൻ ആഗ്രഹിച്ചത് ഒന്നും താനത് വാങ്ങിച്ചില്ല. പക്ഷെ തൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന അമോരിയരായിട്ടുള്ളവർ, അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തോട്ടെ എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചിട്ട് ലോത്തിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ താൻ പിന്നീട് തിരിച്ചും ആ സോദോമിലേക്ക് പോകുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. അങ്ങനെ തനിക്ക് ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതായിരുന്നു, അതിൽ നിന്നും ഇറക്കിയതായിരുന്നു. പക്ഷെ തൻ്റെ ആ ഒരു സ്വയം തീരുമാനം താൻ പിന്നെയും ആ സോദോമിലേക്ക് പോകുവാനായിട്ട് ഇടയെത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. എന്നാലും പിന്നീട് നമ്മളത് കാണുന്നത് ഈ ലോകത്തിന് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് താൻ എത്തിച്ചേരുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പാപത്തിന്റെ അവസ്ഥ നമ്മൾക്കുണ്ടെങ്കിൽ, നമ്മൾ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ, നമ്മൾ പിന്നെ അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. കാരണം ലോകത്തിന് സംഭവിച്ച വീഴ്ച അതായിരുന്നു. തനിക്ക് അതിൽ പുറത്തിറങ്ങിയെങ്കിൽ പോലും തൻ്റെ ആഗ്രഹം ആ സോദോമിലേക്ക് തിരികെ പോകണമെന്നുണ്ട്. അതുകൊണ്ട് താൻ ദൈവം വേണ്ട എന്ന് വെച്ച കാര്യത്തിലേക്ക്, നല്ല ദൈവം പുറത്തു കൊണ്ടുവന്ന കാര്യത്തിലേക്ക് താൻ തിരികെ പോയപ്പോൾ തനിക്ക് പ്രഷ്യസ് ആയിട്ടുള്ളതെല്ലാം തനിക്ക് നഷ്ടപ്പെടുവാനായിട്ട് തന്നിടയെത്തുന്നു. തനിക്ക് ഒരുപാട് ഒരു വേദനയുടെ അവസ്ഥ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയെത്തുന്നു. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കാരണം നമ്മൾ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട എന്നും നമ്മൾക്ക് പഠിക്കാനിടയെത്തുന്നു. അതുപോലെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾക്കൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പഠിക്കാനിടയെത്തുന്നു. അതുകൊണ്ട് ഇവരുടെ ജീവിതങ്ങൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് നമ്മൾ മാറാട്ടെ.